രസകരമായ ഒരു ആക്ഷൻ ചലച്ചിത്രം ദ ഗാർഡനർ. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് വീടിനകത്തേക്ക് കടന്നെത്തി ഒരു ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോവാൻ തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം കൂലിപ്പട്ടാളക്കാരിൽ നിന്നുമാണ്. സെർഷ് എന്ന പേരുള്ള ആ ഉദ്യോഗസ്ഥൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എതിരെ വന്ന കൂലിപ്പട്ടാളക്കാരനെ അടിച്ച താഴെ വീഴ്ത്തി. എന്നിരുന്നാലും എണ്ണത്തിൽ തന്നേക്കാൾ വളരെ കൂടുതലുള്ള കൂലിപ്പട്ടാളക്കാർ പെട്ടെന്ന് തന്നെ സെർഷിനെ വളയുകയും ഒരു ട്രാൻക്യുലൈസർ, അതായത് മയക്കുവെടി ഉപയോഗിച്ച് അയാളെ വീഴ്ത്തുകയും ചെയ്തു. അവർ അയാളെ സുരക്ഷിതമായി പിടികൂടാൻ തുടങ്ങുമ്പോഴേക്കും ഒരു അജ്ഞാതൻ വെയർഹൌസിന് മുന്നിൽ വീണിരുന്ന സെർഷിന്റെ ശരീരം വെയർഹൌസിനകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. കൂലിപ്പട്ടാളക്കാർ ഇതെന്തെന്ന് മട്ടിൽ അന്വേഷണത്തിനായി ജാഗ്രതയോടെ വെയർഹൌസിനകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു അക്രമിയുടെ ഒളിപ്പോരാട്ടത്തിന് അവർ വിധേയരായി മാറി. ആക്രമിച്ചയാൾ മറ്റാരുമായിരുന്നില്ല, സെർഷിന്റെ വീട്ടിലെ തോട്ടക്കാരനായിരുന്നു. അവിടുത്തെ ഗാർഡനർ. കഥ അവിടെ നിന്നും 6 മണിക്കൂർ മുൻപിലേക്ക് പോകുന്നു. ഒരു മിനിസ്റ്ററുടെ സഹായിയിലേക്ക് കഥ തിരിയുകയാണ്. ഒരു കൂട്ടം കൂലി പട്ടാളക്കാർക്ക് കുറച്ച് എംപ്ലോയീസിന്റെ പേരെഴുതിയ ഒരു കത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ചുമതലയായിരുന്നു അയാളിൽ ഏൽപ്പിക്കപ്പെട്ടത്. ആദ്യം എല്ലാം ഓക്കെയായിരുന്നു. എന്നാൽ സഹായി പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ടു. ഒരു മെഡിക്കൽ സംഘം അദ്ദേഹത്തെ പരിചരിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വൈകാതെ കൂലിപ്പട്ടാള സംഘത്തിന്റെ തലവനായ ഫീബസിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. മോട്ടോ, റാഗ്നർ എന്നീ 2 സഹായികളും അയാളോടൊപ്പമുണ്ടായിരുന്നു. ആ നിമിഷം മന്ത്രിയുടെ സഹായിക്ക് അപകടം സംഭവിച്ച വാർത്ത ഫീബസിന് ലഭിച്ചു. സെർഷ് ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കാൻ മന്ത്രി തനിക്കും തന്റെ സംഘത്തിനും ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നയാൾ തിരിച്ചറിഞ്ഞു. അതേസമയം സെർഷ് ആകട്ടെ തന്റെ ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സംഭാഷണത്തിനിടയിൽ മൂത്ത മകളായ ആലീസ് ഇളയ സഹോദരങ്ങളെ അവഗണിക്കുകയും സമയം മുഴുവൻ തോട്ടത്തിലിരുന്ന് പാട്ടുപാടി ചെലവഴിക്കുകയും ചെയ്യുന്നു എന്നും ഭാര്യ പരാതി പറഞ്ഞു. ആലീസ് ഒരു കൗമാരക്കാരി മാത്രമാണെന്നും ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെ വാശി കാണിക്കുന്നതൊക്കെ സാധാരണമല്ലേ എന്നുമായിരുന്നു സെർഷ് മറുപടി പറഞ്ഞത്. ഭാര്യ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്തു. 5 മിനിറ്റിന് ശേഷം സെർഷിന് തന്റെ പഴയ സുഹൃത്തായ ഒരു ഡോക്ടറുടെ കോൾ വന്നു. അപകടത്തിനു ശേഷം താൻ മന്ത്രിയുടെ സഹായിയെ ചികിത്സിച്ച വിവരം ഡോക്ടർ സെർഷിനെ അറിയിച്ചു. വിചിത്രമെന്ന് പറയട്ടെ, ആ സഹായിയുടെ പക്കൽ 5 ഉദ്യോഗസ്ഥരുടെ പേരുകളടങ്ങിയ ഒരു കത്തുണ്ടായിരുന്നു. അതിൽ സെർഷിന്റെ പേരുമുണ്ടായിരുന്നു. അതറിയിക്കാനാണ് ഡോക്ടർ വിളിച്ചത്. കാര്യങ്ങൾ വ്യക്തമായി അറിയാത്ത സെർഷ് അത് വെറുതെ ഒരു സാധാരണ ലിസ്റ്റ് മാത്രമായിരിക്കും എന്ന് കരുതി ഡോക്ടർ പറഞ്ഞ വാക്കുകളെ തള്ളിക്കളഞ്ഞു. ഇതിനിടയിൽ തോട്ടത്തിലുണ്ടായിരുന്ന ആലീസാകട്ടെ അവരുടെ ഗാർഡനർ അഥവാ തോട്ടക്കാരൻ ഒരു കത്തി മൂർച്ച കൂട്ടുന്നത് അവിചാരിതമായി കണ്ടു. അവൾ പെട്ടെന്ന് തന്നെ ആ രംഗം തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. തോട്ടക്കാരൻ ഷർട്ടൂരിയപ്പോഴാകട്ടെ അയാളുടെ ശരീരത്തിൽ നിരവധി തഴമ്പുകളും മുറിപ്പാടുകളും ഒക്കെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. കണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നതിനു മുമ്പേ തോട്ടക്കാരൻ പെട്ടെന്ന് അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ ഞെട്ടിച്ചു. ആ തോട്ടക്കാരന്റെ പേര് ലിയോ എന്നാണെന്നും അയാൾ 6 മാസമായി സെർഷിന്റെ കുടുംബത്തിനു വേണ്ടി ജോലി ചെയ്യുകയാണെന്നും അവിടെ വെച്ച് വെളിപ്പെടുക കൂടിയാണ്. തുടർന്ന് കഥ സെർഷിനെ ബന്ധപ്പെട്ടിരുന്ന ഡോക്ടറിലേക്ക് തിരിയുന്നു. കത്ത് ആ ഡോക്ടറുടെ കയ്യിൽപ്പെട്ടിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഫീബസും 2 സഹായികളും അയാൾക്ക് ചുറ്റും വലയം തീർത്തു. നിമിഷങ്ങൾക്കകം ഫീബസ് ഡോക്ടറെ ബന്ദിയാക്കി ചോദ്യം ചെയ്തു. ആ ലിസ്റ്റിനെ കുറിച്ച് ആരെങ്കിലും അറിയിച്ചോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. ഭയന്നുപോയ ഡോക്ടർ താൻ സെർഷിനോട് മാത്രമേ ആ വിവരം പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം പറഞ്ഞു. ഇതറിഞ്ഞതും ഫീബസ് ഡോക്ടറെ ഇല്ലാതാക്കാൻ റാഗ്നറോടും മോട്ടോയോടും ഉത്തരവിട്ടു. പിന്നീട് അവർ പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ ഫീബസ് തന്റെ സഹായിയോട് തങ്ങളുടെ ആളുകളെ വിളിച്ചുകൂട്ടാനും എത്രയും വേഗം സെർഷിന്റെ വീട്ടിലേക്ക് പോകാനും നിർദ്ദേശിച്ചു. അധികം വൈകാതെ തന്റെ കൂലിപ്പട്ടാളവുമായി ഫീബസിന്റെ നേതൃത്വത്തിലുള്ളവർ സെർഷിന്റെ വീട്ടിലേക്കെത്തി. ആ വീടുണ്ടായിരുന്നത് ഒറ്റപ്പെട്ട ഒരിടത്തായിരുന്നു. ആ സാഹചര്യം മുതലെടുത്ത് അവർ ആ വീട് വളഞ്ഞു. തൊട്ടു പിന്നാലെ സെർഷിന്റെ വേലക്കാരിയെ ഒരു ട്രാൻക്യുലൈസർ ഡാർട്ട് ഉപയോഗിച്ച് അവർ കീഴ്പ്പെടുത്തി. മാത്രമല്ല കൂലിപ്പട്ടാളക്കാർ അകത്തേക്ക് ഇരച്ചു കയറി. ആലീസിനു മേലും ഒരു ഡാർട്ട് ഉപയോഗിച്ച് വെടിവെച്ചു. ബാത്റൂമിലായിരുന്ന സെർഷ് മകളുടെ നിലവിളി കേട്ട് കാര്യമെന്തെന്ന് അന്വേഷിക്കാൻ നേരെ പുറത്തേക്കിറങ്ങി. കൂലിപ്പട്ടാളക്കാർ അങ്ങോട്ടേക്കും കടന്നെത്തുന്നുണ്ടായിരുന്നു. അതിലൊരാളെ കീഴ്പ്പെടുത്താൻ സെർഷിന് കഴിഞ്ഞു. പക്ഷേ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്ന അവർ അയാൾക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. അവൻ പിടിക്കപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും തോട്ടക്കാരനായ ലിയോ ഇടപെട്ടു. സെർഷിനെ സുരക്ഷിതമായ ഇടത്തേക്ക് വലിച്ചിഴച്ചു. നിരവധി കൂലിപ്പട്ടാളക്കാർ ലിയോ സെർഷിനെ വലിച്ചെടുത്ത് ആ വെയർഹൌസിനകത്തേക്ക് കടന്നെങ്കിലും ലിയോക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചതേയില്ല.
അതേസമയം സെർഷിന്റെ ഭാര്യ തന്റെ കുഞ്ഞിനെ അവിടെ നടക്കുന്ന അപകടകരമായ കാര്യങ്ങൾ കണ്ട് വിജയകരമായി ഒളിപ്പിച്ചിരുന്നു. ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ അവർ ഒരു അലമാരയ്ക്കുള്ളിൽ കയറി ഒളിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അവൾ ഒളിച്ചിരുന്ന സ്ഥലം ഒരു കൂലിപ്പട്ടാളക്കാരൻ കണ്ടെത്തി. അവൾ അയാൾക്കെതിരെ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നിരുന്നാലും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കൂലിപ്പട്ടാളക്കാരിൽ ഒരാൾ പിന്നിൽ നിന്ന് വന്ന് അവൾക്ക് മേലും ഒരു ട്രാങ്കുലൈസർ ഡാർട്ട് ഉപയോഗിച്ചു. അവളും അബോധാവസ്ഥയിലായി. തൊട്ടു പിന്നാലെ വീടിനുള്ളിലെ കൂലിപ്പട്ടാളക്കാർ സാഹചര്യം റിപ്പോർട്ട് ചെയ്യാൻ തങ്ങളുടെ ലീഡർ ഫീബസുമായി ബന്ധപ്പെട്ടു. തങ്ങളുടെ പ്രധാന ലക്ഷ്യമായ സെർച്ചിനെ തോട്ടക്കാരനായി ലിയോ എങ്ങോട്ടേക്കോ കൊണ്ടുപോയതായി അവർ അയാളെ അറിയിച്ചു. കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിക്കൊണ്ട് ലിയോയെ ആക്രമിക്കാൻ ശ്രമിച്ച കൂലിപ്പട്ടാളക്കാരിയെല്ലാം അയാൾ കൊലപ്പെടുത്തുകയും ചെയ്തു. അത് കേട്ട ഫീബസ് തന്റെ ബാക്കിയുള്ള കൂലിപ്പട്ടാള സൈന്യത്തോട് അവരുടെ സ്ഥാനങ്ങളിൽ തുടരാൻ ഉത്തരവിട്ടു. താനും റാഗ്നറും മോട്ടോയും വേഗത്തിൽ അങ്ങോട്ടേക്കെത്താം എന്നും പറഞ്ഞു. അവർ അങ്ങോട്ടേക്ക് കുതിക്കാനും തുടങ്ങി. കഥ എവിടെ നിന്നും സെർച്ചിലേക്ക് തിരിയുന്നു. അവനിപ്പോൾ ലിയോയോടൊപ്പം ഒരു ഭൂഗർഭാറയിലായിരുന്നു. ആ നിമിഷം ലിയോ സെർച്ചിന് ഒരു അഡ്രിനാലിൻ കുത്തിവെപ്പ് നൽകി സെർച്ചിനെ ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. സെർച്ചിന് ബോധം വന്നപ്പോ തന്റെ ഭാര്യയെയും മക്കളെയും കൂലിപ്പട്ടാളക്കാർ കൊന്നിരിക്കാം എന്ന് ഭയന്ന് അയാൾ അങ്ങേയറ്റം പരിഭ്രാന്തനായി. കൂലിപ്പട്ടാളക്കാർ കുടുംബത്തെ മയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും അവരെ തട്ടിക്കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും വെച്ച് വധിക്കാനായിരിക്കും അവർ പദ്ധതി ഇട്ടിരിക്കുക എന്നും ലിയോ സെർച്ചിനോട് വിശദീകരിച്ചു. സെർച്ചിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിരാശനായ സെർച്ച് രക്ഷപ്പെടാൻ വേണ്ടി പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവിടുത്തെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. അതിനാൽ സെർച്ചിനൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അധികം വൈകാതെ തന്നെ ഫീബസും 2 സഹായികളും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അവർ സെർച്ചിനായി തിരച്ചിലാരംഭിച്ചു. ഇതേ സമയം ഭൂഗർഭറയിലായിരുന്ന സെർച്ചാകട്ടെ ഡോക്ടർ തനിക്ക് തന്ന മുന്നറിയിപ്പും തന്റെ പേരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയുടെ കാര്യവും ഓർത്തു. ഒടുവിൽ ഞെട്ടലോടെ സെർഷ സത്യം മനസ്സിലാക്കി. നിലവിലുള്ള മിനിസ്റ്റർക്ക് താനും ലിസ്റ്റിലുള്ള ഉദ്യോഗസ്ഥരും വലിയ ത്രട്ടാണ്. അയാളുടെ അധികാരം വരെ നഷ്ടപ്പെടാൻ തങ്ങൾ കാരണമായേക്കാം. തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ മന്ത്രി സെർഷിനെയും മറ്റഞ്ച് ഉദ്യോഗസ്ഥരെയും ഇല്ലാതാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതും സെർഷ് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ സഹായിക്കണം എന്ന് ലിയോയോട് അഭ്യർത്ഥിച്ചു. ഒട്ടും മടിക്കാതെ ലിയോ അത് സമ്മതിക്കുകയും കണ്ടെത്താൻ കഴിയുന്ന ആയുധങ്ങളെല്ലാം ശേഖരിക്കുകയും ബാക്കിയുള്ളവ തയ്യാറാക്കാൻ തുടങ്ങുകയും ചെയ്തു. വൈകാതെ സെർഷും ലിയോയും ഭൂഗർഭറയിൽ നിന്ന് പുറത്തു കടന്നു. ഫീബസിന്റെയും അവന്റെ കൂലിപ്പട്ടാളക്കാരുടെയും ചലനങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. ഒരു ഘട്ടത്തിൽ താൻ മാസങ്ങളോളം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ചെടികൾ കൂലിപ്പട്ടാളക്കാർ ചവിട്ടിമെതിക്കുന്നത് ലിയോ ശ്രദ്ധിച്ചു. കോപാകുലനായ അയാൾ പെട്ടെന്ന് തന്നെ അവരിൽ പലരെയും അങ്ങോട്ടേക്ക് കടന്നു ചെന്നില്ലാതാക്കി. തുടർന്ന് ഒരു കമ്പി ഉപയോഗിച്ച് അവൻ മറ്റൊരു കൂലിപ്പട്ടാളക്കാരനെ നിശബ്ദമായി നിഴലിലേക്ക് വലിച്ചിഴച്ചു കൊന്നു. മൊത്തത്തിൽ എന്തോ തകരാറുണ്ട് എന്ന് തോന്നിയ റാഗ്നർ കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ തുടങ്ങി. ആ സമയത്താണ് റാഗ്നർ അത് കണ്ടത്. ഒരു ബോട്ട് ഓടിപ്പോകുന്നു. സെർഷും ലിയോയും ആ ബോട്ടിനുള്ളിൽ ഉണ്ടാകാം എന്നുറപ്പിച്ച റാഗ്നർ ഉടൻ തന്നെ ഫീബസിനെ വിവരമറിയിച്ചു. ഫീബസ് തന്റെ ആളുകളിൽ ഒരു സംഘത്തോട് ആ ബോട്ടിനെ പിന്തുടരാൻ ഉത്തരവിട്ടു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇതെല്ലാം അവരുടെ ശ്രദ്ധ തിരിക്കാനുള്ള ലിയോയുടെ ഒരു തന്ത്രം മാത്രമായിരുന്നു. സെർഷും ലിയോയും എവിടെയും പോയിരുന്നില്ല. സെർഷ് പിന്നീട് ലിയോയോട് അവിടുത്തെ വശത്തുള്ള വാതിലിൽ കാവൽ നിൽക്കാൻ നിർദ്ദേശിച്ചു. അതേസമയം അയാൾ പുറത്തു കടക്കാൻ വഴി തിരഞ്ഞു. സെർഷ് അവിടെയെല്ലാം തിരയുന്നതിനിടയിൽ ഒരു വെന്റിലേഷൻ ഷാഫ്റ്റിനുള്ളിൽ ഭാര്യ ഒളിപ്പിച്ച കുഞ്ഞിനെ അയാൾ അവിചാരിതമായി കണ്ടെത്തി. ഹെഡ്ഫോണിലൂടെ പ്ലേ ചെയ്യുന്ന മൃദുവായ സംഗീതം കേട്ട് ആ കുഞ്ഞ് സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്നു. സെർഷ് മുറിവിട്ടുപോകാൻ തുടങ്ങുമ്പോഴേക്കും 2 കൂലിപ്പട്ടാളക്കാർ അയാൾക്ക് മുന്നിലെത്തി. ഭാഗ്യവശാൽ ലിയോ അങ്ങോട്ടേക്ക് കടന്നെത്തുകയും അവരെ പെട്ടെന്ന് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെ റാഗ്നർ മുറിയിലേക്ക് ഇരച്ചുകയറി. അത് കടുത്ത ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ നയിച്ചു. പോരാട്ടത്തിനിടയിൽ കുട്ടിയുടെ മലം സെർഷ് റാഗ്നറുടെ ദേഹത്തേക്കിട്ടു. അതിൽ റാഗ്നറുടെ ശ്രദ്ധ ചെറുതായി മാറി. തൊട്ടു പിന്നാലെ ലിയോ കൃത്യമായി ലക്ഷ്യം വെച്ച് ഒരു കത്തി എറിഞ്ഞു. റാഗ്നർ അങ്ങനെ താഴെ വീണതും കൂടുതൽ കൂലിപ്പട്ടാളക്കാർ എത്തുന്നതിനു മുമ്പ് വേഗത്തിൽ രക്ഷപ്പെടാമെന്ന് ലിയോ സെർഷിനോട് പറഞ്ഞു. അവർ വീട്ടുമുറ്റത്തെ സ്റ്റോറേജ് ഷെഡിലേക്ക് മാറി. ലിയോ ആയിരുന്നു സെർഷിനെ അങ്ങോട്ടേക്ക് നയിച്ചത്. ആ ഇടുങ്ങിയ മുറിയിൽ നിന്നും എങ്ങോട്ടേക്കും രക്ഷപ്പെടാനുള്ള വഴിയില്ല എന്ന് കണ്ടതും സെർഷ് നിരാശനായി. പക്ഷേ അവിടെ ഒരു ഭൂഗർഭ തുരങ്കത്തിലേക്ക് നയിക്കുന്ന ഒരു രഹസ്യവാതിൽ ലിയോ പെട്ടെന്ന് സെർഷിന് മുമ്പിൽ വെളിപ്പെടുത്തി. അതുകണ്ട് അത്ഭുതപ്പെട്ട സെർഷ് ലിയോ ആരാണെന്നും ഈ വീട്ടിലെ ഇക്കാര്യങ്ങളെയൊക്കെ പറ്റി ഇത്ര നന്നായി അവൻ അറിയുന്നത് എങ്ങനെയാണെന്നും അവനോട് ചോദിച്ചു. ലിയോ ഒടുവിൽ സത്യങ്ങൾ സെർഷിനോട് പറഞ്ഞു. സെർഷ് ആ വീട് ലേലത്തിൽ പിടിക്കുന്നതിന് മുമ്പ് ആ വീട് തന്റെ പിതാവിൻ്റെതായിരുന്നു. താനിവിടെ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ രഹസ്യങ്ങൾ എനിക്കറിയാം.
അതേസമയം ലിയോയും സെർഷും ശ്രദ്ധ തിരിക്കാൻ ഉപയോഗിച്ച ബോട്ടിനെ പിന്തുടർന്നിരുന്ന കൂലിപ്പട്ടാളക്കാർ വെറും കൈയോടെ മടങ്ങിയെത്തി. ബോട്ടിൽ ആളില്ലായിരുന്നുവെന്നും അതൊരു ശ്രദ്ധ തിരിക്കൽ തന്ത്രം മാത്രമായിരുന്നുവെന്നും അവർ ഫീബസിനെ അറിയിച്ചു. 15 മിനിറ്റ് കടന്നുപോയി. മുൻപത്തെ ഏറ്റുമുട്ടലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട റാഗ്നർ ഫീബസിനടുത്തെത്തി. അഴുക്കുപുരണ്ട റാഗ്നറെ കണ്ട് ശരീരം വൃത്തിയാക്കി വരാൻ ഫീബസ് അവനോട് പറഞ്ഞു. ഇതേസമയം ലിയോയും സെർഷും ആ രഹസ്യ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റേണ്ട സമയമായിരുന്നു. അത് മനസ്സിലാക്കിയ ലിയോ ഒരു താൽക്കാലിക ഡയപ്പർ ഉണ്ടാക്കാൻ സെർഷിനോട് അയാളിട്ടിരുന്ന കോട്ട് തരാൻ ആവശ്യപ്പെട്ടു. സെർഷ് മടിയോടെ അത് കൊടുത്തതും ലിയോ കോട്ട് കഷ്ണങ്ങളായി മുറിച്ചു. ആ സമയം അവിടെ സെർഷ് സൂക്ഷിച്ചിരുന്ന 1940 മുതലുള്ള പിതാവിന്റെ പഴയൊരു യൂണിഫോം സെർഷിന് ലഭിച്ചു. സെർഷ് അത് ധരിച്ചിരുന്നു. അത് പഴയകാല നാസി യൂണിഫോം ആയിരുന്നു. അതിനെപ്പറ്റി സെർഷ് ലിയോയോട് ചോദിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന അടുത്ത സത്യം വെളിപ്പെടുന്നത്. ലിയോയുടെ പിതാവ് നാസി സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സമയം അങ്ങനെ രാത്രിയായി. വേലക്കാരി അപ്പോഴും മയക്കുമരുന്നിന്റെ ഫലത്തിലായിരുന്നെങ്കിലും സെർഷിന്റെ ഭാര്യയ്ക്കും ആലീസിനും ബോധം തിരികെ കിട്ടിയിരുന്നു. ഫീബസും റാഗ്നറും അവരുടെ അടുത്തെത്തുകയും തോട്ടക്കാരന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു. ഭയന്നുപോയ ആലീസ് ലിയോയുടെ പേര് വെളിപ്പെടുത്തി. പിന്നാലെ റാഗ്നർ ഓൺലൈനിലും മറ്റും ലിയോയെ പറ്റിയുള്ള വിവരങ്ങൾക്കായി തിരഞ്ഞു. എന്നാൽ ലിയോയുടെ രേഖകൾ സർക്കാർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നവൻ കണ്ടെത്തി. അതോടെ ലിയോ ഒരു സാധാരണക്കാരനല്ല എന്നവർ സ്ഥിരീകരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കൂലിപ്പട്ടാളക്കാരിൽ ഒരാൾ തങ്ങളുടെ ഒരു സംഘം രഹസ്യ തുരങ്കം കണ്ടെത്തിയതായി ഫീബസിനെ അറിയിച്ചു. ഫീബസ് പെട്ടെന്ന് ആ പ്രദേശം പരിശോധിക്കുകയും സെർഷും ലിയോയും അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന കാര്യം ഉറപ്പിക്കുകയും ചെയ്തു. തൽഫലമായി തുരങ്കത്തിലേക്ക് ഒരു സംഘത്തെ നയിക്കാനും അവരെ പുറത്തെത്തിക്കാനും അവൻ മോട്ടോയെ ചുമതലപ്പെടുത്തി. അതേസമയം സെർഷ് ലിയോയുടെ യഥാർത്ഥ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള മറുപടികൾക്കായി അവനെ നിർബന്ധിക്കുകയായിരുന്നു. പക്ഷേ സെർഷ് താൻ ചെടികളെ സ്നേഹിക്കുന്ന ഒരു സാധാരണ തോട്ടക്കാരൻ മാത്രമാണ് എന്നേ മറുപടി പറഞ്ഞുള്ളൂ. അധികം താമസിയാതെ ഫീബസിന്റെ ആളുകൾ തങ്ങളുടെ ഒളിത്താവളം കണ്ടെത്തിയതായി ലിയോ മനസ്സിലാക്കി. കൂലിപ്പട്ടാളക്കാരെ നേരിടാൻ അവൻ തയ്യാറെടുക്കുമ്പോൾ കുഞ്ഞിനെ സുരക്ഷിതമാക്കാൻ അവൻ സെർഷിനോട് നിർദ്ദേശിച്ചു. വൈകാതെ അങ്ങോട്ടേക്കെത്തിയ കൂലിപ്പട്ടാളക്കാരും ലിയോയും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ലിയോ ഒടുവിൽ ഫീബസിന്റെ കഷണ്ടിയുള്ളതും ക്രൂരനുമായ വലങ്കയായ മോട്ടോയെ നേരിട്ടു. പോരാട്ടത്തിനിടയിൽ സെർഷ് ലിയോയെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അബദ്ധത്തിൽ ലിയോക്ക് തന്നെ ട്രാങ്കുലൈസർ ഡാർട്ട് ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു അയാൾ ചെയ്തത്. അത് മോട്ടോയ്ക്ക് സെർഷിന്റെ അടുത്തേക്ക് നീങ്ങാനും അയാളെ വധിക്കാനും അവസരം നൽകി. ഭാഗ്യവശാൽ ലിയോ തന്റെ ബാക്കിയുള്ള കരുത്തുപയോഗിച്ച് മോട്ടോയെ ആക്രമിക്കുകയും സെർഷിനെ രക്ഷിക്കുകയും ചെയ്തു. മോട്ടോയെ കീഴ്പ്പെടുത്തിയ ശേഷം മയക്കുവെടിയുടെ ഫലത്തെ പ്രതിരോധിക്കാൻ ലിയോ വേഗം സ്വയം തന്നെ അഡ്രിനാലിൻ കുത്തിവെച്ചു. തുടർന്ന് വനത്തിലേക്ക് നയിക്കുന്ന തുരങ്കത്തിന്റെ അവസാന ഭാഗത്തേക്ക് വേഗത്തിൽ പോകാൻ അയാൾ സെർഷിനോട് ആവശ്യപ്പെട്ടു. അതേസമയം പരിക്കേറ്റ മോട്ടോ ഫീബസിന്റെ അടുക്കലേക്ക് മടങ്ങിയെത്തുകയും തങ്ങൾ നേരിട്ട തോട്ടക്കാരൻ അസാധാരണമായ കഴിവുള്ളവനാണ് എന്ന് പറയുകയും ചെയ്തു. കഥ അവിടെ നിന്നും വനത്തിലെത്തിയ സെർഷിലേക്കും ലിയോയിലേക്കും തിരിയുന്നു. രണ്ടാം തവണയും സെർഷ് ലിയോയോട് അവൻ ആരാണെന്ന് ചോദിച്ചു. മറ്റ് വഴികളില്ലാതെ നാസി സൈനികർക്കിടയിൽ വളർന്ന ഒരു മുൻ ജർമ്മൻ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്ററാണ് താനെന്ന് ലിയോ ഒടുവിൽ വെളിപ്പെടുത്തി. അവന്റെ പിതാവ് ക്രൂരനായ ഒരു നാസി കേണലായിരുന്നു. പക്ഷെ അവരൊരിക്കലും നല്ല ബന്ധത്തിലായിരുന്നില്ല. ആ വെളിപ്പെടുത്തൽ കേട്ടതും സെർഷ് സ്തംഭിച്ചു പോയി. താൻ വില കുറച്ചു കണ്ട തോട്ടക്കാരൻ ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേറ്റർ മാത്രമല്ല, ഒരു നാസി ഉദ്യോഗസ്ഥന്റെ മകൻ കൂടിയാണ് എന്നയാൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ജിജ്ഞാസയോടെ ലിയോ എന്തുകൊണ്ടാണ് തന്റെ പിതാവുമായി അത്രമേൽ അടുക്കാതിരുന്നത് എന്ന് സെർഷ് ചോദിച്ചു. തന്റെ പിതാവ് തന്റെ അമ്മയെപ്പോലും കൊന്ന ക്രൂരനായ വ്യക്തിയായിരുന്നു എന്ന് ലിയോ വിശദീകരിച്ചു. മറുവശത്ത് മോട്ടോയും റാഗ്നറും ഫീബസിന്റെ ഉത്തരവനുസരിച്ച് വായുവിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. സെർഷിനെയും ലിയോയെയും കീഴടങ്ങാൻ വേണ്ടി ഭയപ്പെടുത്താനായിരുന്നു ഈ വെടിവെപ്പ്. വെടിവെച്ച് കേട്ട് സെർഷും ലിയോയും ഒരു ഹാൻഡ് ഹെൽഡ് റേഡിയോ ഉപയോഗിച്ച് ഫീബസിനെ ബന്ധപ്പെട്ടു. സെർഷും ലിയോയും കീഴടങ്ങിയില്ലെങ്കിൽ ഓരോ 15 മിനിറ്റിലും സെർഷിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാളെ വധിക്കും എന്ന് ഫീബസ് കഠിനമായ ശബ്ദത്തിൽ അവരെ അറിയിച്ചു. ഫീബസിന്റെ ഭീഷണി കേട്ട വേലക്കാരി കൊല്ലപ്പെടുമെന്ന് ഭയന്ന് താൻ സെർഷിന്റെ കുടുംബത്തിലെ അംഗമല്ലെന്ന് വിളിച്ചു പറഞ്ഞു. അവളുടെ ഈ പെരുമാറ്റത്തിൽ പ്രകോപിതനായ ഫീബസ് അവളെ പുറത്തേക്ക് കൊണ്ടുവരികയും യാതൊരു മടിയുമില്ലാതെ അവളെ കൊന്നുതള്ളുകയും ചെയ്തു. തുടർന്ന് സെർഷിന്റെ ഭാര്യയും മകളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നവൻ റേഡിയോയിലൂടെ പറഞ്ഞു. മറുവശത്ത് തന്റെ കുടുംബത്തിന് ദോഷം വരുന്നത് സഹിക്കാൻ കഴിയാത്ത സെർഷ് അഡ്രിനാലിൻ കുത്തിവെച്ച് തന്നോടൊപ്പം വീണ്ടും വീട്ടിലേക്ക് വരാൻ ലിയോയോട് ആവശ്യപ്പെട്ടു. ധീരമായ ഒരു നീക്കത്തിലൂടെ ഫീബസിനെയും അവന്റെ 2 സഹായികളെയും താൻ കീഴ്പ്പെടുത്തുന്നത് ഭാവനയിൽ കണ്ടുകൊണ്ട് സെർഷ് ഒറ്റയ്ക്ക് വീടിനകത്തേക്ക് ഇരച്ചു ചെന്നു. എന്നിരുന്നാലും അതൊരു ഹാലൂസിനേഷൻ മാത്രമായിരുന്നു. വാസ്തവത്തിൽ
വാസ്തവത്തിൽ സെർഷ് അപ്പോഴും ലിയോയുടെ അടുത്ത് ഭയന്നു നിൽക്കുകയായിരുന്നു. അതേസമയം ലിയോയുടെ യഥാർത്ഥ ഐഡന്റിറ്റിയെക്കുറിച്ച് താൻ കണ്ടെത്തിയ രഹസ്യ വിവരങ്ങൾ റാഗ്നർ മോട്ടോയെ അറിയിച്ചു. ലിയോ ആരാണെന്നറിഞ്ഞതും മോട്ടോയും റാഗ്നറും ഞെട്ടിപ്പോയി. മോട്ടോ ഈ വിവരം വേഗത്തിൽ ഫീബസിന് കൈമാറി. അത് സ്വയം പരിശോധിക്കാൻ അയാൾ തീരുമാനിച്ചു. ലിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോ ഫീബസ് അത് വലിയ കാര്യമാക്കാതെ തള്ളിക്കളഞ്ഞു. ആ ചുറ്റളവ് മുഴുവൻ കാക്കുവാൻ റാഗ്നറോട് വീണ്ടും ഉത്തരവിട്ടു. റാഗ്നർ തോട്ടത്തിൽ പട്രോളിംഗ് നടത്താൻ തുടങ്ങി. ഇതിനിടയിൽ ലിയോ അവനെ പെട്ടെന്ന് ആക്രമിച്ചു. എന്നിരുന്നാലും ലിയോയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നതിനാൽ അവന് ഫലപ്രദമായി പോരാടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റാഗ്നർ തന്റെ ആയുധം ലിയോക്കും കുഞ്ഞിനും നേരെ ചൂണ്ടി. സെർഷി സമയം പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് റാഗ്നറെ കീഴ്പ്പെടുത്തി. അവരിരുവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. റാഗ്നർ ഇല്ലാതായതോടെ സെർഷും ലിയോയും ഫീബസിന് നേരെ നീങ്ങി. ആ നിമിഷം ജീവിതമോ മരണമോ എന്തായാലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ച് ഫീബസിനെ ലിയോ ഒരു നേരിട്ടുള്ള പോരാട്ടത്തിന് അഥവാ ഹാൻഡ് ടു ഹാൻഡ് ഡ്യുവലിന് വെല്ലുവിളിച്ചു. താനും ലിയോയും ഒരിക്കൽ ഒരേ എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിന്റെ ഭാഗമായിരുന്നു എന്ന് പുഞ്ചിരിയോടെ വെളിപ്പെടുത്തിക്കൊണ്ട് ഫീബസ് ആ വെല്ലുവിളി സ്വീകരിച്ചു. പോരാട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് സഹപ്രവർത്തകർ ഏറെ ബഹുമാനിച്ചിരുന്ന ലിയോയോട് തനിക്കെപ്പോഴും അസൂയയായിരുന്നു എന്ന് ഫീബസ് പറഞ്ഞു. ഫീബസ് എപ്പോഴും അപ്പോൾ അവഗണിക്കപ്പെട്ടിരുന്നു അത്രേ. വൈകാതെ പോരാട്ടം പുരോഗമിച്ചു. ലിയോക്ക് മേൽക്കൈ ലഭിച്ചു. ഫീബസിനെ പ്രതിരോധത്തിലാക്കിയ അയാൾ പരാജയപ്പെടുത്തുന്ന ഘട്ടമെത്തി. എന്നാൽ ലിയോ വിജയിച്ചുവെന്ന് തോന്നുമ്പോ ഫീബസ് രഹസ്യമായി തന്റെ ബോട്ടിനുള്ളിൽ നിന്ന് ഒരു ചെറിയ പിസ്റ്റൾ പുറത്തെടുത്ത് ലിയോക്ക് നേരെ ചൂണ്ടി. ഇത് കണ്ട് തന്റെ വിധിക്ക് കീഴടങ്ങിയ ലിയോ തന്റെ അവസാനത്തിനായി തയ്യാറെടുത്തു. പെട്ടെന്നാണ് ഒരു വെടിയൊച്ച ഉയർന്നു കേട്ടത്. ഫീബസ് നിലം പതിച്ചു. തന്റെ നേതാവിനെതിരെ തിരിഞ്ഞ മോട്ടോയെയാണ് ആ നിമിഷം കാണുന്നത്. മോട്ടോ ആയിരുന്നു വെടിയുതിർത്തത്. പിന്നാലെ ലിയോ ഫീബസിനെ വേഗത്തിൽ കീഴ്പ്പെടുത്തുകയും ഫീബസിനെ അങ്ങ് വധിക്കുകയും ചെയ്തു. പോരാട്ടത്തിനു ശേഷം ലിയോ മോട്ടോയ്ക്ക് നേരെ തിരിഞ്ഞ് എന്തുകൊണ്ടാണ് അവൻ ഫീബസിനെ ഒറ്റിയതെന്ന് ചോദിച്ചു. മോട്ടോ പറഞ്ഞു, ഞാൻ എപ്പോഴും ലിയോയെ കൂടുതൽ ബഹുമാനിച്ചിരുന്നു. പ്രത്യേകിച്ചും സൈനിക കാലത്ത് എന്നെ പരിശീലിപ്പിച്ചത് താങ്കളാണ്. അപ്പോഴാണ് മോട്ടോ ഒരിക്കൽ ലിയോയുടെ സബോർഡിനേറ്റ് ആയിരുന്നു എന്ന കാര്യം വ്യക്തമാകുന്നത്. അവരുടെ ദൗത്യങ്ങൾക്കിടയിൽ പലതവണ ലിയോ മോട്ടോയുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടത്രേ. അങ്ങനെ ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. കലാപങ്ങൾക്കൊടുവിൽ സെർഷ് തന്റെ കുടുംബത്തെ ആ വീട് വിട്ട് നഗരത്തിലേക്ക് മാറാൻ ക്ഷണിച്ചു. ലിയോയെയും കൂട്ടത്തിൽ ക്ഷണിച്ചിരുന്നു. എന്നിരുന്നാലും ലിയോ ആ ഓഫർ നിരസിച്ചു. ഒറ്റപ്പെട്ട അവിടെ ആ വീട് സംരക്ഷിച്ച് ചെടികളൊക്കെ പരിചരിച്ച് തുടരാനായിരുന്നു ലിയോ ആഗ്രഹിച്ചത്. മാത്രമല്ല ഏറ്റുമുട്ടലിൽ അവിടുണ്ടായ അവശിഷ്ടങ്ങളുണ്ടല്ലോ, അതൊക്കെ വൃത്തിയാക്കാനും ലിയോ തീരുമാനിച്ചിരുന്നു. അത് കേട്ട സെർഷിന്റെ കുടുംബം എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ലെന്നും മാത്രമല്ല തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് ലിയോയോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയും ചെയ്തു. സെർഷൊടുവിൽ നന്ദി സൂചകമായി ആ വീട് ലിയോക്ക് സമ്മാനിച്ചു. പിന്നീട് 30 മിനിറ്റിന് ശേഷം സെർഷിന്റെ കുടുംബം നഗരത്തിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അതേസമയം തോട്ടത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നതിൽ തിരക്കിലായിരുന്നു ലിയോ. അപ്പോഴാണ് കൊല്ലപ്പെട്ട് കിടന്നിടത്ത് ഫീബസിന്റെ മൃതദേഹം കാണാത്തത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനർത്ഥം ഒന്നേയുള്ളൂവെന്ന് ലിയോക്ക് മനസ്സിലായി. ഫീബസ് വധിക്കപ്പെട്ടു എന്ന് അഭിനയിച്ചതാണ്. അയാൾ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടിരുന്നില്ല. അവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകാം. അങ്ങനാണെങ്കിൽ അവൻ സെർഷിനെ കൊല്ലാൻ സെർഷിന്റെ കുടുംബത്തെ പിന്തുടരുകയായിരിക്കാം. ഒട്ടും മടിക്കാതെ ലിയോ ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് വേഗത്തിൽ പുറപ്പെട്ടു. വനത്തിലൂടെയുള്ള കുറുക്കുവഴിയിലൂടെ അയാൾ അതിവേഗം പാഞ്ഞു. ഇതേസമയം സെർഷിന്റെ കുടുംബത്തിന്റെ പുറകെ ഫീബസ് പോകുന്നുണ്ടായിരുന്നു. അത് വൈകാതെ ഒരു ചേസിംഗിലേക്ക് നയിച്ചു. പിന്തുടരുന്നതിനിടയിൽ സെർഷിന്റെ കാർ നിർത്താൻ ഫീബസ് ഏതാണ്ട് വിജയിക്കുന്നുവെങ്കിലും സെർഷ് അവസാന നിമിഷം സമർത്ഥമായി കാർ വശത്തേക്ക് തിരിച്ചു മാറ്റി. ഫീബസ് പലതവണ വെടിയുതിർക്കുന്നുവെങ്കിലും ലിയോ കൃത്യസമയത്തെത്തി ഇടപെടുകയും ഫീബസിനെ താഴെ വീഴ്ത്തുകയും ചെയ്തു. എന്നിരുന്നാലും ലിയോ ആ വാഹനം പരിശോധിക്കുമ്പോൾ ഫീബസ് ഉള്ളയിടം ശൂന്യമായി കാണപ്പെട്ടു. പെട്ടെന്ന് ഫീബസ് വശത്തുനിന്ന് പ്രത്യക്ഷപ്പെട്ടു. തന്റെ ആയുധം ലിയോക്ക് നേരെ നേരിട്ട് ചൂണ്ടി. ലിയോ പ്രതിരോധത്തിലായി. അത് കണ്ടതും സെർഷ് ധീരമായി കാറിൽ നിന്നിറങ്ങി ഫീബസിനെ ഒരു പോരാട്ടത്തിന് വെല്ലുവിളിച്ചു. ഫീബസിന്റെ ശ്രദ്ധ മാറിയ ആ നിമിഷം ലിയോ മുതലെടുത്തു. ആക്രമണം നടത്തി. ഫീബസ് ഒടുവിൽ മരണപ്പെട്ടു എന്നുറപ്പാക്കുകയും ചെയ്തു. പിന്നീട്
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂലിപ്പട്ടാളക്കാരുടെ ആക്രമണം ആസൂത്രണം ചെയ്ത മന്ത്രി അറസ്റ്റിലായെന്ന വാർത്ത പുറത്തു വന്നു. അതേസമയം ലിയോ ആകട്ടെ തോട്ടത്തിലെ ചെടികൾ വെട്ടിയൊതുക്കിക്കൊണ്ട് സമാധാനപരമായ ഒരു ദിവസം ആസ്വദിക്കുകയായിരുന്നു. അവനങ്ങനെ ശാന്തനായി നിൽക്കുമ്പോ ദൂരെ ഒരു വെടിയൊച്ച മുഴങ്ങി. ദൃശ്യം ഇരുളിലേക്ക് മാഞ്ഞു. ഒരു രണ്ടാം ഭാഗത്തിന്റെ തുടക്കം സൂചിപ്പിച്ച് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.